ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലവിലില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. മുസ്ലിം സമുദായത്തിന് ഇടയിൽ വലിയൊരു വിഭാഗം ഈ വാക്കുകളെ വിശ്വസിക്കാനാകാത്ത നിലയിലാണ് കണ്ടത്. ഉസ്താദിന്റെ നിലപാടുകൾ എപ്പോഴും ആദർശനിഷ്ഠമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി നൽകി. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ സുരക്ഷിതം എന്ന വാക്കിന് എത്രത്തോളം പ്രസക്തിയുണ്ടെന്ന ചോദ്യം ഉയരുന്നു. 2014 ശേഷം ബീഫിന്റെ പേരിൽ മാത്രം 100-ലധികം മുസ്ലിങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ വെച്ച് തല്ലിക്കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബം ഇന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഭയന്ന് കഴിയുകയാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട വിധവകളും ബാപ്പമാരെ നഷ്ടപ്പെട്ട യത്തീം കുട്ടികളും ഇന്നും നീതിക്കായി കാത്തിരിക്കുമ്പോഴാണ് സമുദായം സുരക്ഷിതമാണെന്ന പ്രസ്താവന ഉണ്ടാകുന്നത്. NRC സമയത്ത് പ്രധാനമന്ത്രി നടത്തിയ വേഷം കണ്ട് തിരിച്ചറിയാം എന്ന പ്രസ്താവന സമുദായത്തിന്റെ ചിഹ്നങ്ങളെ ലാക്കാക്കിയുള്ളതായിരുന്നു. BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടാകുന്ന വിദ്വേഷ പ്രസംഗങ്ങളും മുസ്ലിങ്ങളെ ഒന്നാമത്തെ ശത്രുക്കളായി കാണുന്ന RSSന്റെ നിലപാടുകളും നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും പൗരത്വത്തിന്റെ പേരിൽ കരുതിക്കൂട്ടിയുള്ള വേട്ടയാടലുകൾ നടക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മുസ്ലിം പൗരന്മാരുടെ പേര് വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള BJP നേതാക്കളുടെ നീക്കം ഇതിന് ഉദാഹരണമാണ്. ഇത്തരം ഗൂഢമായ നീക്കങ്ങൾ സമുദായത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒന്നല്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. സമസ്തയിൽ നിന്ന് വിട്ടുപോന്ന് പുതിയ സംഘടന ഉണ്ടാക്കിയത് തന്നെ സ്ഥാപിത താൽപര്യങ്ങൾക്കും നിലപാടുകൾക്കും എതിരായിരുന്നു. അന്ന് ആർജവത്തോടെ നിലപാടുകൾ പറഞ്ഞ ഉസ്താദിന്റെ ഇന്നത്തെ വാക്കുകൾ സംഘപരിവാർ ആഘോഷമാക്കുകയാണ്. ഇത് മുസ്ലിങ്ങളെ കൂടുതൽ വേട്ടയാടാൻ അവർക്ക് കരുത്ത് നൽകുന്ന ഒന്നായി മാറുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ പരിഹസിച്ചവർ തന്നെ ഉസ്താദിന്റെ പുതിയ പ്രസ്താവന ഏറ്റെടുക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ കാന്തപുരം ഉസ്താദിനോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആർജവവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കണ്ടാണ്. രാജ്യത്തെ യഥാർത്ഥ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് സമുദായത്തിന് ദോഷം ചെയ്യുമെന്നും അതിനാൽ ഈ നിലപാട് തിരുത്തണമെന്നുമാണ് സാധാരണക്കാരായ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെയും മുസ്ലിം സമൂഹത്തിന്റെ അധികാരങ്ങളെയും ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടി കോടതികൾ കയറാനും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമ പോരാട്ടം നടത്താനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായിട്ടുള്ളത് ഇത്തരം ഒരാശയത്തിന്റെ അർത്ഥത്തിലാണ്. എന്നാൽ അവസാന വിധി വന്നപ്പോൾ ബാബരി മസ്ജിദിനെ കുറിച്ച് വിധിയിൽ വിശാലമായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കില്ല എന്ന അവസാനമായ വിധി വന്നപ്പോഴും നാം സമാധാനത്തോടെ നിൽക്കണം എന്ന് മതത്തിന്റെയും ദീനിന്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ഉണർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ സമാധാനപരമായി നിലനിർത്തുന്നതിൽ സമസ്ത വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നും അല്ല. ശരീഅത്ത് പ്രശ്നകാലത്ത്, ശരീഅത്ത് വിവാദമായിരുന്നൊരു കാലത്ത്, അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷത്തിനെതിരെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉയർന്നു വന്നപ്പോൾ, വഖഫിന് നേരെയുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായപ്പോൾ, അതുപോലെ ജനാധിപത്യ അവകാശങ്ങളിലെ പൗരത്വാവകാശങ്ങളെ കുറിച്ച് പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ തെരുവിലിറങ്ങുകയും സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും അതുപോലെയുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ കാണുന്നത് പണ്ഡിതന്മാർ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മഹത്തുക്കളായ അയിമ്മത്ത് കാണിച്ചിട്ടുള്ള മാതൃകയാണത്.